ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി അൽഷിമേഴ്സ് ദിനത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിലാകമാനം പ്രചരിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പരിചരണ രീതികൾ പരിചയപ്പെടുത്തുന്നതിനും പരമാവധി വേദികൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാമൂഹ്യനീതി വകുപ്പ് വളരെ ഗൗരവപൂർവം കാണുന്ന വിഷയങ്ങളാണ് അൽഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥകൾ നിമിത്തം വയോജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന നാനാമുഖമായിട്ടുള്ള പ്രയാസങ്ങൾ. ഇവ നേരത്തെ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും ഈ അവസ്ഥ ബാധിച്ചവർക്ക് ഏറ്റവും ശരിയും ശാസ്ത്രീയവുമായ പരിചരണം നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകേണ്ടതുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മത്തോണി എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. തലച്ചോറിനെ ബാധിക്കുന്ന മേധാക്ഷയം, സ്മൃതിനാശം തുടങ്ങി അവസ്ഥകൾ വാർദ്ധക്യകാലത്ത് ധാരാളം മനുഷ്യരിൽ കണ്ടെത്തുന്നു. ഈ അവസ്ഥകളുടെ ഭാഗമായി തലച്ചോറിൽ ചില പ്രത്യേക കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം താളം തെറ്റുകയും അതോടൊപ്പം തലച്ചോറിൻ്റെ വലിപ്പം ചുരുങ്ങി വരികയും ഒക്കെ കാണപ്പെടുന്നുണ്ട്. പെരുമാറ്റ വൈകല്യങ്ങളും മാനസികമായിട്ടുള്ള പ്രതിസന്ധികളുമെല്ലാം ഈ അവസ്ഥകളുടെ ഭാഗമാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാകുന്ന സ്ഥിതിവിശേഷവും അൽഷിമേഴ്സിൻ്റെയും ഡിമെൻഷ്യയുടെയും ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത്തരം മറവി രോഗങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന മെമ്മറി ക്ലിനിക്കുകൾ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുക എന്നുള്ളതാണ് ഓർമ്മത്തോണി പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വയോമിത്രം പദ്ധതി ഇപ്പോൾ തന്നെ നടന്നുവരുന്ന ഇടങ്ങളിലെല്ലാം ഈ വർഷം ഓർമ്മത്തോണി ക്ലിനിക്കുകൾ ആരംഭിക്കും. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഓർമ്മത്തോണി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അൽഷിമേഴ്സ് ബാധിതരെയും ഡിമെൻഷ്യ ബാധിതരെയും പരിചരിക്കുന്ന പകൽ വീടുകളും ഒരുക്കുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരം പരിചരണ കേന്ദ്രങ്ങൾ കാലക്രമേണ ഉണ്ടായി വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് കരുതുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനത അൽഷിമേഴ്സ് ബാധിതരെ എപ്രകാരമാണ് സമൂഹം പരിചരിക്കേണ്ടത്, ഏതു വിധത്തിലുള്ള പിന്തുണയാണ് അവർക്ക് നൽകി വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അവബോധത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായും അത്തരം പ്രചാരണ പരിപാടികൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹജീവികളോട് അനുഭാവപൂർണമുള്ള മനോഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നമുക്കേവർക്കും സ്നേഹത്തോടെ സഹജാവബോധത്തോടെ കൂടെയുണ്ടാകാം എന്ന് സസ്നേഹം സൂചിപ്പിക്കുന്നു. ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏവർക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്വാസ്ഥ്യം നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു.